പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ കാളി നാടകം എന്ന കൃതിയിലെ 6ാമത് പാഠഭാഗത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അനങ്കൻ്റെ പൂവില്ലിനല്ലൽ പെടുത്തും കുനുച്ചില്ലി വല്ലിക്കൊടിത്തല്ലുതെല്ലിങ്ങനങ്കന്നുമങ്കത്തിലേറ്റാലൊഴിച്ചൂടനങ്ങാതെ പോയങ്ങടങ്ങുന്നിതേ. നൽപദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽപദത്തെ കെടുപ്പാനതേ ചില്ലി രണ്ടും വശത്താക്കി വെച്ചെപ്പോഴും മിന്നി മിന്നുന്നതും കണ്ണിണ പങ്കജപ്പൂവിലോലും കൃപത്തേൻ കൺകണം മാരി ചേർത്താത്തി പോക്കും കടക്കണ്ണു രണ്ടിങ്കലും വിമ്മി വിമ്മി തിടുക്കന്നു പായുന്ന കല്ലോലിനിക്കും പടുത്വം കൊടുക്കുന്നൊരാനന്ദവാരിക്കടൽക്കര പാദഭക്ത പ്രയുക്ത ശ്രുതസ്തോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ടു നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണിക്കുണ്ടലം കൊണ്ടൊളിപ്പെട്ടു പൊങ്ങും ഘൃണിക്കങ്കിതം ഗണ്ഡ കണ്ണാടിയും നന്മണി ചെമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിനുമുള്ളായി വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിനിളിഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം. ആദ്യമായി ഈ പാഠഭാഗത്തിലെ വരികളിലെ പദങ്ങളുടെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. അനങ്കൻ്റെ പൂവില്ലിന് അല്ലൽ പെടുത്തും. കാമദേവൻ്റെ പൂവമ്പ് തൊടുത്തുവിടുന്ന വില്ലിന് ദുഃഖമുണ്ടാക്കുന്ന അഥവാ തടസ്സം സൃഷ്ടിക്കുന്ന കുനുച്ചില്ലി വല്ലിക്കൊടിത്തല്ല്, വളഞ്ഞ പുരികക്കൊടി കൊണ്ടുള്ള തല്ല്, തെല്ല് ഇങ്ങനങ്കനും അംഗത്തിലേറ്റാൽ, അല്പമെങ്കിലും അനങ്കൻ്റെ ശരീരത്തിൽ പതിച്ചാൽ ഒഴിച്ചൂട് അനങ്ങാതെ പോയങ്ങടങ്ങുന്നിതേ. ഒഴിച്ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാനാവാത്ത ചൂടെന്നാണ്. അപ്പോൾ ആ സഹിക്കാനാവാത്ത ചൂട് സഹിക്കാതെ ഭയന്ന് നിവൃത്തിയില്ലാതെ കാമദേവൻ പോയി ഒളിക്കുന്നു. നൽപദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരു അത്തൽപദത്തെ കെടുപ്പാൻ, എന്നാൽ നിൻ്റെ പാദപത്മങ്ങളെ അറിഞ്ഞ് ഭജിക്കുന്നവർക്കുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി. നൽപദത്താർ എന്ന് പറഞ്ഞാൽ ദേവിയുടെ പാദപത്മങ്ങൾ, അതിനെ ധ്യാനാത്മകമായി മനനം ചെയ്ത് ശരിക്കും സാക്ഷാത്കരിച്ചെടുക്കുന്ന ഭക്തന്മാരെന്നാണ് നൽപദത്താർ ഭജിക്കുന്നവർ എന്ന് പറയുന്നത്. അതേ ചില്ലി രണ്ടും. അപ്പോൾ ഈ കാമദേവനെ കുനുച്ചില്ലി വല്ലിക്കൊടി കൊണ്ട് തല്ലുന്ന അതേ കണ്ണ് തന്നെ, അതേ കൺപുരികങ്ങൾ തന്നെ, അതാണ് ചില്ലിക്കൊടി രണ്ടും, അതേ പുരികക്കൊടികൾ രണ്ടും വശത്താക്കി വെച്ച്, വശപ്പെടുത്തി വെച്ച് എപ്പോഴും മിന്നി മിന്നുന്നതും എപ്പോഴും കണ്ണുകൾ അടച്ചു തുറന്നുകൊണ്ട് നാട്യമാടുന്നതും കണ്ണിണ പങ്കജ പൂവിലോലും പത്മനേത്രങ്ങളിൽ നിന്ന് ഊറി ഇറങ്ങുന്ന കൃപത്തേൻ കൺകണം, കൃപത്തേൻ ആകുന്ന കണ്ണുനീർത്തുള്ളികൾ, അത് മാരി ചേർത്ത് വർഷമായി അല്ലെ മഴയായി വർഷിച്ചും ആർത്തി പോക്കും ദുഃഖനിവാരണം നടത്തുന്ന കടക്കണ്ണു രണ്ടെങ്കിലും, രണ്ട് കടക്കണ്ണുകളിലും വിമ്മി വിമ്മി തിടുക്കന്നു പായുന്ന, വിമ്മി വിമ്മി തിടുക്കപ്പെട്ട് അടിച്ചു പായുന്ന കല്ലോലിനിക്കും. കല്ലോലിനി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്, സമുദ്രത്തിലെ തിരകളാണ് കല്ലോലങ്ങൾ. കല്ലോലങ്ങൾ നിറഞ്ഞ ജലാശയമാണല്ലോ കല്ലോലിനി, അതായത് സമുദ്രം. അങ്ങനെയുള്ള ആ ആനന്ദസമുദ്രം, ഒരു ആനന്ദവാരിക്കടൽക്ക് അക്കരെ, അങ്ങനെയുള്ള ആനന്ദവെള്ളം നിറഞ്ഞ കടലിൻ്റെ മറുകരയിൽ നിന്നുകൊണ്ട് പാദഭക്ത പ്രയുക്തം, പാദഭക്തന്മാർ പ്രയോഗിക്കുന്ന ശ്രുതസ്തോത്ര സംഗീത നൃത്തങ്ങളും, സംഗീതവും സ്തോത്രാലാപനവും നൃത്തങ്ങളുമെല്ലാം തൃച്ചെവിക്കൊണ്ടു നിൽക്കുന്ന കർണങ്ങളിൽ കേട്ടും കണ്ടും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന തൃച്ചെവികളിൽ നിന്ന്
പൊന്മണിക്കുണ്ടലം കൊണ്ട് ഒളിപ്പെട്ട് പൊങ്ങും ഘൃണിക്ക്. പൊന്മണിക്കുണ്ടലം എന്ന് പറഞ്ഞാൽ പൊന്നും മണിയും ചേർത്തെന്ന് പറഞ്ഞാൽ സ്വർണവും രത്നവും ചേർത്തുണ്ടാക്കിയ കുണ്ടലങ്ങളിൽ നിന്നും പുറപ്പെട്ടു വരുന്ന പ്രകാശരശ്മികളാൽ അങ്കിതം അടയാളപ്പെട്ടിരിക്കുന്ന ഗണ്ഡകണ്ണാടിയും, ഗണ്ഡമെന്ന് പറഞ്ഞാൽ കവിളാണ്, ഗണ്ഡകണ്ണാടി എന്ന് പറഞ്ഞാൽ കവിൾത്തടമാകുന്ന കണ്ണാടി, അതും നന്മണി ചെമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ട് രണ്ടിനും, നല്ല മണിച്ചെമ്പരത്തി പൂവിൻ്റെ നിറത്തെ വെല്ലുന്ന മണിച്ചുണ്ടുകൾക്കും ഉള്ളായി വിളങ്ങുന്ന ശോഭിക്കുന്ന പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിന്, പളുങ്കുപോലെയുള്ള ദന്തനിരകളാകുന്ന മുത്തുപ്പടത്തിന് ഇളിഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം, ഇളിഭ്യമുണ്ടാക്കുന്നതിനെന്ത് ബന്ധമാണുള്ളത്? ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. കാമദേവൻ്റെ പൂവിലിനെ തോൽപ്പിക്കുന്ന ദേവിയുടെ പുരികക്കൊടി കൊണ്ടുള്ള തല്ലേറ്റാൽ കാമദേവൻ പോലും പോയി ഒളിക്കും. എന്നാൽ ദേവിയുടെ പാദപത്മങ്ങളെ അർത്ഥമറിഞ്ഞ് ഭജിക്കുന്ന ഭക്തന്മാരെ അതേ പുരികക്കൊടികൾ കൊണ്ട് ദേവി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കണ്ണുകൾ സദാനേരവും ചിമ്മിത്തുറന്നുകൊണ്ട് സൃഷ്ടിന്മുഖ സംഹാര നടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേവിയുടെ കടക്കണ്ണുകളിൽ നിന്ന് വർഷിക്കുന്ന കൃപത്തേൻ ഭക്തന്മാരുടെ സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നു. ദേവിയുടെ കടക്കണ്ണുകളിൽ നിന്നും വിമ്മി കുതിച്ചു പായുന്ന ആനന്ദ കണ്ണുനീർ ആനന്ദം തിരതല്ലുന്ന സമുദ്രമായി പരിണാമപ്പെടുന്നു. ആ ആനന്ദക്കടലിൻ്റെ മറുകരയിൽ ഭക്തന്മാർ നടത്തുന്ന വേദമന്ത്രോച്ചാരണങ്ങളും സ്തോത്രാലാപനവും സംഗീതവും നൃത്തങ്ങളുമെല്ലാം കണ്ടും കേട്ടും ആനന്ദവർഷം പൊഴിക്കുന്ന ദേവിയുടെ കർണങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന പൊന്മണിക്കുണ്ടലം ദേവിയുടെ കവിൾക്കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കാണും. ലക്ഷണമൊത്ത മണിച്ചെമ്പരത്തിപ്പൂവിനെ പോലും നാണിപ്പിക്കുന്ന ചുവന്നു തുടുത്ത മണിച്ചുണ്ടുകൾക്കിടയിൽ പ്രശോഭിക്കുന്ന പളുങ്കുപോലെയുള്ള ദന്തനിരകൾ മുത്തുപ്പടത്തിൻ്റെ വെണ്മയെപ്പോലും വെല്ലുന്നതാണ്. കാളിയുടെ പുരികക്കൊടികളും കണ്ണുകളും ചുണ്ടുകളും ദന്തനിരയും കർണങ്ങളും കുണ്ടലങ്ങളും കവിൾത്തടവും അടങ്ങുന്ന ആനന വർണ്ണന, അതായത് ആ മുഖത്തിൻ്റെ വർണ്ണനകളാണ് ഈ പാഠഭാഗത്ത് നടത്തപ്പെട്ടിരിക്കുന്നത്. 21 വരികളിലായി നടത്തപ്പെട്ടിരിക്കുന്ന ഈ വർണ്ണനകൾ കാളി തത്വപ്രഭാവത്തിൻ്റെ അകക്കാമ്പിലേക്കാണ് ചൂഴ്ന്നിറങ്ങുന്നത്. കാളിയുടെ ഓരോ അവയവങ്ങളും ജ്ഞാനസ്വരൂപാത്മകതയോടുകൂടി ദർശിച്ച ധ്യാനയോഗികളുടെ വരികളായി തന്നെ ഈ പാഠഭാഗത്തെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. അനങ്കൻ്റെ പൂവില്ലിൻ അല്ലൽപ്പെടുത്തും കുനിച്ചില്ലി വല്ലിക്കൊടിത്തല്ലുതല്ലിങ് അനങ്കനും അങ്കത്തിലേറ്റാൽ ഒഴിച്ചൂടനങ്ങാതെ പോയങ്ങടങ്ങുന്നിതേ എന്നാണല്ലോ ഈ പാഠഭാഗം തുടങ്ങുന്നത്. അനങ്കൻ എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം അംഗമില്ലാത്തവൻ അഥവാ അവയവഹീനൻ എന്നാണ്. ശിവപുരാണത്തിലെ കാമദേവ ദഹനകഥയുമായി ചേർത്തുവെച്ച് അനങ്കൻ എന്ന പദം കാമദേവ പര്യായമായും പ്രയോഗിക്കപ്പെട്ടു പോരുന്നുണ്ട്. പുരാണപ്രസിദ്ധമായ ദക്ഷയാഗവേദിയിൽ സതീദേവി പിതാവിനാൽ അപമാനിതയായി തീരുകയും അതിൽ മനംനൊന്ത് ഹോമകുണ്ഡത്തിൽ ചാടി ആത്മാഹുതി ചെയ്യുകയുമുണ്ടായി. ആ സംഭവത്തിൽ ദുഃഖിതനായി തീർന്ന ശിവൻ കിങ്കരന്മാരെ നിയോഗിച്ച് ദക്ഷയാഗവേദി തകർക്കുകയും ദക്ഷൻ്റെ ശിരസ് അറുത്തുകളയുകയും ചെയ്തു. അനന്തരം യോഗനിദ്രയിൽ ആണ്ടുപോയ ശിവൻ്റെ ധർമ്മനിർവഹണം നിലച്ചു പോവുകയും തൽഫലമായി ലോകം ദുരിതത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു. കാലങ്ങൾ ഏറെ കഴിഞ്ഞു. സതീദേവി ഹിമവൽ പുത്രിയായ കാളിയായി അഥവാ പാർവതിയായി പുനർജനിച്ചു. നാരദൻ പാർവതിയെ പുനർജന്മ വൃത്താന്തങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയും ശിവനെ തപസ്സിൽ നിന്നുണർത്തി ഭർത്താവായി വരിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു.
അതനുസരിച്ച് ഘോരതപസ്സിൽ ആണ്ടിരുന്ന ശിവനെ പരിചരിച്ച് പാർവതി ദിവസങ്ങൾ തള്ളി നീക്കി. അക്കാലത്തായിരുന്നു ത്രിപുരന്മാർ ലോകകണ്ടകന്മാരായി അഴിഞ്ഞാടി ലോകസമാധാനം തകർത്തത്. ആ അസുരവീരന്മാരെ നിഗ്രഹിക്കാൻ ശിവപുത്രനായി സുബ്രഹ്മണ്യൻ പിറക്കേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തി ദേവന്മാർ കാമദേവനെ പ്രലോഭിപ്പിച്ച് ശിവന് നേരെ കാമബാണങ്ങൾ പ്രയോഗിപ്പിച്ചു. കാമബാണ പ്രഭാവത്താൽ യോഗഭ്രംശം സംഭവിച്ച ശിവൻ കണ്ണുകൾ തുറക്കുകയും ശിവൻ്റെ മൂന്നാം കണ്ണിൽ നിന്ന് പ്രവഹിച്ച അഗ്നിയിൽ കാമദേവൻ ദഹിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയാണ് കാമദേവൻ അനങ്കനായി തീർന്നതെന്ന് പുരാണം പറയുന്നു. അനങ്കനായി തീർന്നെങ്കിലും കാമദേവൻ അദൃശ്യനായി സർവ്വപ്രാണികളിലും കുടികൊള്ളുന്നുണ്ട് എന്നാണ് സങ്കല്പം. ഈ പുരാണകഥയെ പരാമർശിച്ചുകൊണ്ട് ഗുരു പാടുന്നത് ഇങ്ങനെയാണ്: അനങ്കൻ്റെ പൂവില്ലിനല്ലൽ പെടുത്തും കുനുച്ചില്ലി വല്ലിക്കൊടിത്തല്ലു തെല്ലിങ്ങനങ്കന്നു മങ്കത്തിലേറ്റാലൊഴിച്ചൂടനങ്ങാതെ പോയങ്ങടങ്ങുന്നിതേ. നൽപദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽപദത്തെ കെടുപ്പാൻ അതേ ചില്ലി രണ്ടും വശത്താക്കി വെച്ചെപ്പോഴും മിന്നി മിന്നുന്നു. ഏതിങ്ങനെ കാമദേവനെ കുനിച്ചില്ലി വല്ലിക്കൊടിത്തല്ലുകൊണ്ട് അനങ്കനാക്കി തീർത്ത ദേവി അതേ ചില്ലിക്കൊടികൾ നൽപദത്താർ ഭജിക്കുന്ന ഭക്തന്മാരിൽ കൃപത്തേൻ കടാക്ഷം ചൊരിയാൻ തക്ക പാകത്തിലും വശപ്പെടുത്തി വെച്ചുകൊണ്ടാണ് നാടകമാടുന്നത്. സൃഷ്ടിന്മുഖ സംഹാരാത്മികയും മംഗളാത്മികയുമായി കാളിയെ ഉപാസിക്കുന്ന ഭക്തന്മാരാണ് നൽപദത്താർ ഭജിക്കുന്ന ഭക്തന്മാർ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തികഞ്ഞ ജ്ഞാനഭക്തന്മാരെ കൃപത്തേൻ വർഷം നടത്തി അനുഗ്രഹിക്കുന്ന മംഗളസ്വരൂപിണിയാകുന്നു കാളി എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. കാളി നാടകമാടുന്ന ദേവിയുടെ കടക്കണ്ണിൽ നിന്നും വർഷിക്കുന്ന കണ്ണുനീർധാരയെ ആനന്ദവാരിയോടാണ് ഗുരു ഉപമിച്ചിരിക്കുന്നത്. സൃഷ്ടിന്മുഖ സംഹാരലീലയാടുന്ന ദേവി സംഹരിച്ചു കളയുന്നതെല്ലാം ജീർണപ്രായങ്ങൾ ആയിട്ടുള്ളവയാണെന്നും അവയുടെ തിരോഭാവത്തിലൂടെ നവസൃഷ്ടികൾക്കുള്ള കളം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുമാണ് ദേവിയുടെ കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന കൃപത്തേൻ വർഷം ദ്യോതിപ്പിക്കുന്നത്. കരിങ്കാളിയായി ഭാവം പകർന്ന് പ്രപഞ്ചനാടകമാടുന്ന ദേവിയുടെ കർണകുണ്ടല ശോഭ സ്തോത്ര സംഗീതാദികളിലൂടെ വാഴ്ത്തപ്പെടുന്ന ജ്ഞാനസ്വരൂപതയുടെ ശ്രുതശോഭയെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. അതേ കുണ്ടലങ്ങൾ കാളിയുടെ കവിൾ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നതായും ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. കാളിമയിൽ മറഞ്ഞിരിക്കുന്ന പ്രഭാവാത്മകതയുടെ ജ്ഞാനശോഭയാണ് കാളിയുടെ കവിളുകളെ കണ്ണാടിക്ക് സമമാക്കി തീർക്കുന്നത്. മണിച്ചെമ്പരത്തിപ്പൂവിനെ വെല്ലുന്ന കാളിയുടെ ചുവന്ന ചുണ്ടുകൾ ത്യാഗാത്മകതയിൽ എഴുന്നു നിൽക്കുന്ന മൂല്യശോഭയെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ദേവിയുടെ പളുങ്കൊത്ത ദന്തനിരകളെ മുത്തുപ്പടത്തിനോടും ഉപമിച്ചിരിക്കുന്നു. നാദബ്രഹ്മത്തെ സ്വരിപ്പിക്കുന്ന നാവിൻ്റെ സംരക്ഷണ കോട്ട പോലെ വിധാനം ചെയ്യപ്പെട്ട മുത്തുപ്പടം പോലുള്ള പല്ലുകൾ നാദബിന്ദുവാത്മികയായ കാളിയുടെ മൂല്യപ്രഭാവത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കാളീഭാവത്തിലാണ് ദേവി പ്രപഞ്ചനാടകം നടിക്കുന്നതെങ്കിലും മംഗളാത്മകമാകുന്നു ആ നടനം എന്നാണ് ഈ പാഠത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. കാളിയുടെ ചില്ലിവല്ലിക്കൊടികളും കടക്കണ്ണുകളും കണ്ണീർ പ്രവാഹവും ചെഞ്ചുണ്ടും പളുങ്കൊത്ത മുത്തുപ്പടം പോലുള്ള ദന്തനിരകളുമെല്ലാം കാവ്യബിംബങ്ങളായി ഈ പാഠഭാഗത്തിൽ ഗുരു മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.